ഈ ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിരീക്ഷണം ഉണ്ടാവുകയും വേണം. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ബജാജ് ഫിനാൻസിന്റെ അനാസ്ഥ മൂലം സിബിൽ സ്കോർ കുറഞ്ഞതായി KCB ജീവനക്കാരൻ്റെ പരാതി. പേയാട് സ്വദേശിയായ ജീവനക്കാരൻ മകന് ഫോൺ വാങ്ങുന്നതിനായി 30,000 രൂപ വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് തീയതിക്ക് പണം എടുക്കാതെ ഫിനാൻസ് കമ്പനി മനഃപൂർവ്വം ബൗൺസിംഗ് ചാർജ് ഈടാക്കുന്നുവെന്നാണ് ആരോപണം. ഇതോടെ സിബിൽ സ്കോർ ഇടിയുകയും മറ്റാവശ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണിത്. KCB ജീവനക്കാരനാണ് ഇങ്ങനെ സിബിൽ സ്കോർ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി 30,000 രൂപ എടുക്കുകയും ആ സമയത്ത് ആ പണം തിരിച്ചു കൊടുക്കുമ്പോൾ അതെടുക്കാതെ ബൗൺസ് ആക്കി കളിക്കുകയും ചെയ്തത്. അതിൻ്റെ പേരിൽ സിബിൽ സ്കോർ ഇടിഞ്ഞു പോയത് നമുക്ക് കണ്ടുവരാം റിപ്പോർട്ട്. പൗരന് വിലയിടുന്ന സിബിൽ സ്കോറിനെതിരെ ചർച്ച ഉയർന്നു വരുന്നൊരു ഘട്ടമാണ്. KCB ഉദ്യോഗസ്ഥനാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ സിബിൽ സ്കോർ കൊണ്ട് നേരിടേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം പറയും. ചേട്ടാ, പേര്? എൻ്റെ പേര് ഷഹനാജ് എന്നാണ്. ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് എൻ്റെ മകനൊരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെറും 32,000 രൂപ ലോണാണ്. EMI ഡേറ്റ് 2-ാം തീയതിയാണ്. 1-ാം തീയതി സാലറി വരുന്നതാണ്. 1-ാം തീയതി 12 മണി മുതൽ 2-ാം തീയതി രാത്രി 12 മണി 24 മണിക്കൂർ എന്ന് പറയുന്നത്. പക്ഷേ അവരങ്ങനെയല്ല കണക്കാക്കുന്നത്. അത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ബജാജ് ഫിനാൻസ് അല്ല ചെയ്യുന്നത്. ഇവർ സബ് കൊടുത്തിട്ട് അവർ ഗുണ്ടകളെ വിട്ടിട്ടാണ് വീട്ടിൽ കയറി ചീത്ത പറയുക എടുക്കുകയും ചെയ്യുന്നത്. സ്ഥിരം ഇങ്ങനെ ഇപ്പോൾ ബാങ്ക് കയറി തന്നെ പറഞ്ഞു, എൻ്റെ SBI ബാങ്കിലെ അവർ തന്നെ പറഞ്ഞു ഇത് ഒരു കാരണവശാലും അവർ അയച്ചിട്ടല്ല, അത് നിങ്ങൾ എങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥം കൂടെ. അപ്പം ഞങ്ങൾക്ക് ഈ അനുഭവമാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തായിരിക്കും? ഇതിനെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ നിയമങ്ങളാണ്. ഇത് എനിക്ക് തുറന്നു പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ റിപ്പോർട്ടർ ചാനലിനെ സമീപിച്ചത്. അപ്പോൾ അതിനെ വീട്ടിൽ വന്നിട്ട് കതവിലടിക്കുക, ചീത്ത വിളിക്കുക, ആ ഒരു അവസ്ഥയിൽ ഞാൻ പട്ടിയെ വാങ്ങിച്ച് വളർത്തേണ്ട അവസ്ഥയാണ്. എന്തായാലും ഇത് തന്നെയാണ് പല ആളുകളുടെയും അവസ്ഥ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ കുറഞ്ഞത്. മറ്റ് ലോണുകളൊന്നും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുള്ളത് ആലോചിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് വരെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. റിപ്പോർട്ടർ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.